ഇത് നാം എങ്ങനെ സംഗ്രഹിക്കും? നാം സംഗ്രഹിക്കേണ്ടത് ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. കൊലോസ്യ ലേഖനം 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എബ്രായർ 1:3 അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ആകുന്നു. അദൃശ്യനായ ദൈവത്തിന് ഒരു ദേഹരൂപം എടുത്തുവെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ബൈബിളിന്റെ ഉപദേശം വ്യക്തമാണ്. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറ കാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42:51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55:26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48:10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20:36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുർആനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28:88 പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. പോയിന്റ് 3, ദൈവത്തിന്റെ പേരെന്ത്? പലപ്പോഴും ജനാബ് അക്ബർ മൗലവിയെ പോലുള്ള ദാവാ പ്രാസംഗികർ പറഞ്ഞു നടക്കാറുണ്ട്, പഴയ നിയമ പുസ്തകത്തിലും എൽ, എലോഹീം, എലാ, എലോഹ എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചതുപോലെ തന്നെയാണ് അറബിക്കിൽ അല്ല എന്നുള്ള പദം വരുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെയും അറബിക്കിലെയും ഖുർആനിലെയും ദൈവത്തിന്റെ പേര് ഒന്നാണ്. നാം ചിന്തിക്കണം, എലോഹ, എലോഹീം, എല എന്നുള്ള പദങ്ങൾ എബ്രായ ഭാഷയിലാണ്. ഉച്ചാരണത്തിലുള്ള സാമ്യം കൊണ്ട് അക്ബർ മൗലവിയെ പോലുള്ള ദാവാപ്രാസംഗികർ നമ്മളോട് പറയുന്നത് ഇത് രണ്ടും ഒന്നാണെന്നാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഉച്ചാരണത്തിലുള്ള സാമ്യങ്ങളുള്ള അനേക പദങ്ങളുണ്ടല്ലോ. സലത്ത് എന്നുള്ള അറബിക് പദം ഹീബ്രുവിൽ സലത്ത് എന്ന് പറഞ്ഞാൽ, അറബിക്കിൽ സലത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. മുസ്ലിങ്ങൾ 5 നേരം സലത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ 5 നേരം പ്രാർത്ഥിക്കണം. ഹീബ്രുവിൽ സലത്ത് എന്ന് പറഞ്ഞാൽ സലാഡാണ്.
സലാഡ്, വെജിറ്റബിൾ ഒക്കെ അരിഞ്ഞിട്ടുണ്ടാക്കുന്ന സലാഡ്. ഹീബ്രുവിൽ നാം പറയുകയാണ്, അക്ബർ മൗലവി ഉച്ചരണത്തിലുള്ള സാമ്യം കൊണ്ട് എലോഹായും അള്ളയും ഒക്കെ ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ, ഉച്ചരണത്തിൽ മാത്രമല്ല വാക്കിൽ തന്നെ സാമ്യമുള്ള സലത്തും എബ്രായ ഭാഷയും അറബിക് ഭാഷയും അക്ബർ മൗലവി എടുക്കുമോ? എന്തിനേറെ പറയുന്നു, അല്ല എന്നുള്ള പദം ഗ്രീക്കിലേക്ക് വീഴുകയാണെങ്കിൽ മലയാളത്തിലെ പോലെ അല്ല എന്നുള്ളതാണ്. അല്ല, ഇത് ആര് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വന്നിരിക്കുന്നു എന്നാണോ നാം മലയാളത്തിൽ അർത്ഥമാക്കുന്നത്? ഉച്ചരണ സാമ്യങ്ങളിൽ ഉള്ളത് കൊണ്ട്, ഉച്ചരണ സാമ്യം ഒരു ഭാഷയിൽ ഒരു പദവും മറ്റൊരു ഭാഷയിൽ മറ്റൊരു പദവും, ഇത് തമ്മിൽ ഉച്ചരണ സാമ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നത് മൗഢ്യമാണ് പ്രിയ സ്നേഹിതരെ. എന്നാൽ അത് വാദത്തിന് വേണ്ടി അങ്ങ് അംഗീകരിച്ചു എന്ന് വരട്ടെ, ഒരു വാദത്തിന് വേണ്ടി നാം അതങ്ങ് അംഗീകരിച്ചു. എന്നാൽ പോലും തൗറത്തിലെയും ഇഞ്ചിലെയും ഖുറാനിലെയും ദൈവത്തിന്റെ പേര് ഒന്നാകുന്നില്ല. കാരണം എന്ത്? എലോഹീം, എലാഹ, എലോഹ എന്നുള്ളതായ ഈ പദങ്ങൾ പഴയ നിയമത്തിൽ ഏകസത്യ ദൈവത്തിന് ഉപയോഗിച്ചിട്ടുള്ളതുപോലെ തന്നെ അസത്യ ദൈവങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാട് 15:1, ദാനിയേൽ 11:36 എന്നുള്ള പദം അസത്യ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് 12:12, 18:11, 20:3, 23:13, 33, 32:1 എന്നിതാദി ഭാഗങ്ങളിൽ എലോഹീം എന്നുള്ള പദം അസത്യ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 2 ദിനവൃത്താന്തം ഏകസത്യ ദൈവത്തിന്റെ പേരായിരുന്നു എലോഹീം എങ്കിൽ അത് അസത്യ ദൈവങ്ങൾക്ക് ഉപയോഗിക്കുമോ? ഇല്ലേ, ഇല്ല. അത് ടൈറ്റിൽ മാത്രമാണ്. ദൈവം എന്ന് പറയുന്നത് പോലെ ഒരു ടൈറ്റിൽ മാത്രമാണ്, അത് പേരല്ല. അതേപോലെ തന്നെ 2 ദിനവൃത്താന്തം 32:15, ദാനിയേൽ 11:37 എന്നിതാദി ഭാഗങ്ങളിൽ എലോഹ എന്നുള്ള പദവും അസത്യ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യിരെമ്യാവ് 10:1, ദാനിയേൽ 2:11, ദാനിയേൽ 3:14 എന്നിതാദി ഭാഗങ്ങളിൽ എലാ എന്നുള്ള പദവും അസത്യ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സത്യദൈവത്തിന്റെ പേരല്ല, ഒരു ടൈറ്റിൽ മാത്രമാകുന്നു. ദൈവം എന്ന് നാം പറയുന്നത് പോലെ, ഈശ്വരൻ എന്ന് പറയുന്നത് പോലെ ഒരു പേര് മാത്രമാകുന്നു, ഒരു ടൈറ്റിൽ മാത്രമാകുന്നു. എന്നാൽ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പേരെന്ത്? അത് പഴയ നിയമത്തിൽ ദൈവം വളരെ വ്യക്തമായി പറയുന്നു. പേര് വെളിപ്പെടുത്തുവാൻ ഭയമില്ലാത്ത ദൈവമാണ് നമ്മുടേത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവന്റെ നാമം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 58-ാം വാക്യത്തിൽ യഹോവ എന്നാകുന്നു അവന്റെ നാമം. സങ്കീർത്തനങ്ങൾ 83:18 യഹോവ എന്നാകുന്നു അവന്റെ നാമം. യെശയ്യാവ് 42:8 ഞാൻ യഹോവ, അതാകുന്നു എന്റെ നാമം. യിരെമ്യാവ് 10:16 സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. എന്നാൽ യഹോവ എന്നുള്ള പേരുള്ള ഈ ദൈവം മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യരോടുള്ള തന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മനുഷ്യൻ ആ യഹോവയോട് കൂടെ അവന്റെ പ്രവർത്തനത്തെയും കൂട്ടിച്ചേർത്ത് വിളിച്ചിരുന്നു. ഉദാഹരണത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം ഇസാക്കിനെ യാഗമർപ്പിക്കുവാൻ വേണ്ടി മോറിയ മലയിലേക്ക് പോകുമ്പോൾ യഹോവ കരുതുന്നവനാകുന്നത് കൊണ്ട് അവനെ യഹോവ ഈരേ എന്ന് വിളിച്ച് ആരാധിച്ചു. പുറപ്പാട് പുസ്തകം 15:22 മുതൽ 27 വാക്കിലുള്ള വാക്യങ്ങളിൽ യഹോവ സൗഖ്യമാക്കുന്നത് കൊണ്ട് അവനെ യഹോവ റാഫ എന്ന് വിളിച്ച് ആരാധിച്ചു. പുറപ്പാട് പുസ്തകം 17:14 മുതൽ 17 വാക്യത്തിൽ യഹോവ വിജയം നൽകുന്നവനാകൊണ്ട് അവനെ യഹോവ നിസ്സി എന്ന് വിളിച്ച് ആരാധിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ സമാധാനം നൽകുന്ന യഹോവയാണ് അവനാകൊണ്ട് യഹോവ ഷാലോം എന്ന് വിളിച്ച് ആരാധിച്ചു. അങ്ങനെയെങ്കിൽ അതേ യഹോവയെ അവനിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് കൊണ്ട് നാം അവനെ എങ്ങനെ വിളിച്ച് ആരാധിക്കണം? യഹോവ രക്ഷിക്കുന്നവൻ. അതാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട്
നീ അവന് യഹോവ എന്ന് പേരിടണം, യഹോവ രക്ഷിക്കുന്നവൻ എന്ന് പേരിടണം. പഴയ നിയമത്തിലെ യഹോവയെ തന്നെയാണോ നാം ആരാധിക്കുന്നത്? അതെ, യഹോവയെയാണ് നാം ആരാധിക്കുന്നത്. യഹോവ രക്ഷിക്കുന്നവനെയാണ് നാം ആരാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-ഉം 26-ാം വാക്യങ്ങളിൽ പറഞ്ഞു, ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവനാണ് അവന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും പരിശുദ്ധാത്മ നിയോഗത്താൽ വെറും മാനുഷിക ബുദ്ധിയിലല്ല, പരിശുദ്ധാത്മ നിയോഗത്താൽ അപ്പോസ്തലന്മാർ പുതിയ നിയമം എഴുതുമ്പോൾ അവർ പഴയ നിയമത്തിൽ യഹോവയ്ക്ക് എന്തെല്ലാം പറഞ്ഞിരുന്നുവോ അതെല്ലാം പുതിയ നിയമത്തിൽ യഹോവയ്ക്ക്, യഹോവ രക്ഷിക്കുന്നവനെന്ന് നാമമുള്ള യേശുവിനെ പറഞ്ഞിരുന്നു. യോവേൽ 2:27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യെശയ്യാവ് 45:21 മുതൽ 25 വരെ വാക്യങ്ങളിൽ, എല്ലാ മുഴങ്കാലും യഹോവയുടെ മുമ്പാകെ മടങ്ങും, എല്ലാ നാവും അവനെ ദൈവമെന്ന് ഏറ്റുപറയും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ, എല്ലാ മുഴങ്കാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും അവനെ ഏറ്റുപറയും. അതിനാൽ പരിശുദ്ധാത്മ നിയോഗത്താൽ തന്നെ അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് യഹോവയായി, യഹോവ രക്ഷിക്കുന്നവനായി പുതിയ നിയമത്തിൽ നമുക്ക് അവതരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യഹോവ എന്ന പേരുള്ള നാമമുള്ളവനെ, ദൈവത്തെ നമുക്ക് വിളിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് ചിലത് പറഞ്ഞു തന്നിരുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പ്രവാചകനായ മോശ പറഞ്ഞു, അവനല്ലോ നിന്റെ പിതാവ്. യെശയ്യാവ് 63:16 പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, നീയല്ലോ ഞങ്ങളുടെ പിതാവ്. ശ്രദ്ധിച്ച് കേൾക്കണം. യിരെമ്യാവ് 3:19 ദൈവമായ യഹോവ, നീ എന്നെ നിന്റെ പിതാവേ എന്ന് വിളിക്കും. നാം ഇഞ്ചിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവേ എന്നാണ് നാം അവനെ വിളിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, നാം ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അടിമകളായിരിക്കേണ്ടവരല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. നാം ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അടിമകളായി ഇരിക്കേണ്ടവരല്ല, നാം അവന്റെ മക്കളായി അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അവൻ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് തൗറത്തിലും ഇഞ്ചിലും ഒരുപോലെ പഠിപ്പിക്കുമ്പോൾ ഖുറാനിൽ എന്താണ് പ്രിയ സ്നേഹിതരെ? ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന് യഹോവ എന്നുള്ള നാമം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഖുറാനിൽ ഒരു പ്രാവശ്യം പോലും യഹോവ എന്ന നാമം ഇല്ല. അത് ഖുറാനിൽ മാത്രമല്ല, ഹദീസുകളിലുമില്ല. പ്രിയ സ്നേഹിതരെ, ഏകസത്യ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് ഏകസത്യ ദൈവത്തിന്റെ പേരറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് അയച്ചത്? അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ മോശെ അയച്ച ദൈവമല്ല. അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ ദാവീദിനെ അയച്ച ദൈവമല്ല. അയച്ചതായിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം പേരെങ്കിലും അറിയുമായിരുന്നു. എന്നാൽ ഖുറാനിലെ ദൈവത്തിന്റെ പേരെന്താണ്? ഖുറാനിലെ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നാണെന്ന് സൂറ 1:1, 11:41, 16:115 എന്നിതാദി ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അള്ളാഹു എന്നാണ് അവന്റെ പേർ എന്നാണ് പറയുന്നത്. അള്ളാഹു എന്നുള്ളത് ഒരു പേരാണോ? നിങ്ങൾ അറബിക് ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ അല്ലാ കൃഷ്ണ എന്ന് കാണാം, ദൈവം കൃഷ്ണ. അറബിക് ബൈബിളിൽ ചിലപ്പോൾ വായിച്ചാൽ അല്ലാ യഹോവ എന്ന് നിങ്ങൾക്ക് കാണാം, ദൈവമായ യഹോവ. യഹോവ എന്നുള്ളത് പേരും മറ്റേത് ടൈറ്റിലുമാണ്.
അള്ളാഹുവിന്റെ പേരെന്ത്? അള്ളാഹുവിനൊരു പേര് ഖുർആൻ നൽകിയിട്ടില്ല. ഒരു പേഴ്സണൽ നെയിം അള്ളാഹുവിന് ഖുർആൻ നൽകിയിട്ടില്ല. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഏതോ ഒരു ആത്മാവാണിത്. എന്നാൽ പ്രിയ സ്നേഹിതരെ, അള്ളാഹുവിന്റെ പേരിന് എന്തോ ചില പ്രത്യേകതകളും എന്തോ ചില യുണീക്നെസ്സും ഉണ്ടെന്നാണ് സാധാരണയായി ദാവാ പ്രാസംഗികർ, സാക്കീർ നായക്കിനെ പോലെയുള്ള ദാവാ പ്രാസംഗികർ പറയുന്നത്. അവര് പറയുന്നത് അള്ളാഹുവിന്റെ പേരിന് സ്ത്രീലിംഗമില്ല. ആര് പറഞ്ഞു? ഇബൻ കത്തീർ, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവായ ഇബൻ കത്തീറിന്റെ തഫ്സീറിൽ സൂറ 53 19 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇബൻ കത്തീർ പറയുന്നത് അല്ലത്ത് എന്ന് പറയുന്നത് അള്ളയുടെ സ്ത്രീലിംഗ പേരാണ്, ഫെമിനൈൻ ഫോമാണ്. അള്ളാഹുവിന്റെ പേര് ദൈവം എന്ന് പറയുന്നത് പോലെ, ദേവതകൾ എന്ന് പറയുന്നത് പോലെ ഒരു ടൈറ്റിൽ മാത്രമാണ്. അതിന് പേരില്ല, അതിനൊരു നിസ്തുല്യതയുണ്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാത്തത് കൊണ്ടാണ്. നമ്മളത് കണ്ടുപിടിക്കുകയില്ല എന്നുള്ള ചിന്തയിലാണ് ഇങ്ങനെയൊക്കെ അവർ പ്രസംഗിക്കുന്നത് എന്ന് മാത്രമാണോ പ്രിയ സ്നേഹിതരെ? നാം പഴയ നിയമത്തിൽ വായിച്ചു, നാം അവനെ എങ്ങനെ വിളിക്കും? പിതാവേ എന്ന് വിളിക്കും. പുതിയ നിയമത്തിൽ നാം വായിച്ചു, നാം അവനെ എങ്ങനെ വിളിക്കും? പിതാവേ എന്ന് വിളിക്കും. എന്നാൽ ഖുർആനിലേക്ക് വരുമ്പോഴോ അള്ളാഹു തന്റെ പിതൃത്വം നിഷേധിക്കുകയാണ്. സൂറ 5:18 അള്ളാഹു തന്റെ മനുഷ്യരാരും എന്റെ മക്കളല്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതേ കാര്യം തന്നെ സൂറ 19:88 മുതൽ 93 വരെയും 50:29 വരെയും പറയുന്നത് അള്ളാഹുവിന് മക്കളില്ല, എല്ലാവരും അവന്റെ അടുക്കൽ അടിമകളായി വേണം ചെല്ലുവാൻ. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്നത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അടിമകളുടെ ആത്മാവിനെ അല്ല, അത് പുത്രത്വത്തിന്റെ ആത്മാവിനെ ആയതുകൊണ്ട് നാം അവനെ അപ്പാ, പിതാവേ എന്ന് തന്നെ വിളിക്കും. പ്രിയ സ്നേഹിതരെ, ബൈബിൾ ദീർഘവീക്ഷണത്തോടുകൂടി ഏകസത്യതായ ദൈവം വെളിപ്പെടുത്തിയതായതുകൊണ്ട് വരുവാനിരിക്കുന്ന സംഭവങ്ങളെ ദൈവത്തിന് അറിഞ്ഞുകൊണ്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 22ഉം 23ഉം വാക്യങ്ങളിൽ പറഞ്ഞു, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? ഇതെന്റെ വാക്കുകളല്ല, ബൈബിളിന്റെ വാക്കുകളാണ്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ അവൻ ആരാകുന്നു? അവൻ എതിർ ക്രിസ്തുവാകുന്നു. ഇത് ബൈബിളിന്റെ വാക്യമാണ്, എന്റെ വ്യാഖ്യാനമല്ല. ബൈബിളിന്റെ വാക്യം ഞാൻ ഉദ്ധരിച്ചു എന്ന് പറയുന്നതേ ഉള്ളൂ. ദൈവം പിതാവല്ല, പിതൃത്വം നിഷേധിക്കുന്നത് അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നുവെന്ന് ബൈബിൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവം ഒന്നല്ല. തൗറത്തിലെയും ഇഞ്ചിലെയും ദൈവം ഐക്യതയുള്ളപ്പോൾ ഖുർആനിലെ ദൈവവുമായി വളരെ വ്യത്യാസങ്ങളാണ്. 3 പോയിന്റുകൾ നാം ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ദൈവം വലിയവനാകുന്നു. ദൈവം വലിയവനാകുന്നു. തൗറത്തിലെയും ഇഞ്ചിലെയും ദൈവം അവൻ വലിയവനാകുന്നു. ആമേൻ. ദൈവം വലിയവനാകുന്നു എന്നുള്ളതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവ് ദൈവം നൽകുന്നത്, ദൈവം പറയുന്നത് തന്നേക്കാൾ വലിയവൻ ആരുമില്ലായതുകൊണ്ട് അവൻ തന്നെ ചൊല്ലി സത്യം ചെല്ലുന്നു. എബ്രായ ലേഖനം 6:13 ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. എബ്രായർ 6:16 തന്നേക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, അവർക്ക് ഉറപ്പായി വരുന്നത് സകലവാദത്തിന്റെയും തീർച്ചയാകുന്നു. തന്നേക്കാൾ വലിയവനെ കൊണ്ടാണ് മനുഷ്യൻ സത്യം ചെയ്യുന്നത്, അത് ബൈബിളിന്റെ പ്രമാണമാണ്. എന്നാൽ ദൈവം തന്നേക്കാൾ വലിയവനില്ലായതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു. യെശയ്യാവ് 45:23 വായിക്കുന്നത്, എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏത് നാവും സത്യം ചെയ്യും എന്ന് എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യിരെമ്യാവ് 22:5 ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ അവൻ വലിയവനാകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവൻ സത്യം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവൻ ഇല്ലായതുകൊണ്ട്
അവൻ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു. എന്നാൽ ഖുർആൻ പറയുന്നത് സൂറ 29:46 പറയുന്നത് നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാകുന്നുവെങ്കിൽ അള്ളാഹു ആരെ കൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്? അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്യണം. അത് ബൈബിളിന്റെ പ്രമാണമാണ്, തൗറത്തിന്റെ പ്രമാണമാണ്, ഇഞ്ചിലിന്റെ പ്രമാണമാണ്. എന്നാൽ ഖുർആൻ നാം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ സൂറ 74:32 മുതൽ 34 വരെയുള്ള 32 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹു ചന്ദ്രനെ ചൊല്ലിയും രാത്രിയെ ചൊല്ലിയും പകലിനെ ചൊല്ലിയും സത്യം ചെയ്യുകയാണ്. സൂറ 68:1 അള്ളാഹ് പേനയെ ചൊല്ലി സത്യം ചെയ്യുകയാണ്. സൂറ 92:1 മുതൽ 3 വരെ അള്ളാഹു സകല സൃഷ്ടികളെയും ചൊല്ലി സത്യം ചെയ്യുകയാണ്. പ്രിയ സ്നേഹിതരെ, തൗറത്തിന്റെയും ഇഞ്ചിലിന്റെയും പ്രമാണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്. തൗറത്തിന്റെയും ഇഞ്ചിലിന്റെയും പ്രമാണം നാം ഖുർആനിൽ ഒന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ അള്ളയേക്കാൾ വലിയതല്ലേ സൂര്യചന്ദ്രാദിമാർ? അള്ളാഹുവിനേക്കാൾ വലിയതല്ലേ രാത്രിയും പകലും? എന്തിന് അള്ളാഹുവിനേക്കാൾ വലിയതല്ലേ പേന? അള്ളാഹുവിനേക്കാൾ വലിയതല്ലേ സകല സൃഷ്ടികളും? പഴയ നിയമത്തിലെ ദൈവം അവൻ വലിയവനാകുന്നു. തന്നെക്കാൾ വലിയവനില്ലായകൊണ്ട് അവൻ തന്നെ കൊണ്ട് തന്നെ സത്യം ചെല്ലുന്നു. പുതിയ നിയമത്തിലെ ദൈവം അതുതന്നെ, അവിടെ ഐക്യതയുണ്ട്. എന്നാൽ ഖുർആനിലെ ദൈവം അവൻ പേനയെ കൊണ്ടും സകല സൃഷ്ടിയെ കൊണ്ടും സത്യം ചെല്ലുന്നവനാണ്. ഞങ്ങളുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ അള്ളാഹു ഇതിലെല്ലാം ചെറുതാണെന്ന് പറയേണ്ടി വരും. അത് ബൈബിളിന്റെ പ്രമാണമാണ്, എന്റെ പ്രമാണമല്ല. 4 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. 5ാം പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. ദൈവം പരമകാരുണ്യവാനാകുന്നു, അവൻ നീതിമാനാകുന്നു. തൗറത്തിലെയും ഇഞ്ചിലിലെയും ദൈവം അവൻ കാരുണ്യവാനാണ്, അവൻ നീതിമാനാണ്. ഇത് വാക്കാലെ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. പഴയത് പുതിയ നിയമത്തിൽ ഉടനീളം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് വരുന്ന അവന്റെ സ്വഭാവവിശേഷമാണ്. അവൻ കാരുണ്യവാനാകുന്നു, അവൻ നീതിമാനാകുന്നു. നമ്മുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ സംശയത്തിന് ഉളവാക്കുന്നതായ ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിലെ യഹോവ അവൻ കനാന്യരെ കൊല്ലുവാൻ വേണ്ടി, യുദ്ധം ചെയ്യുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചില്ലേ? അമാലേക്യരെ കൊല്ലുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചില്ലേ? അതുപോലെ തന്നെയല്ലേ അള്ളാഹു ഖുർആനിൽ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുവാൻ കൽപ്പന പുറപ്പെടുവിച്ചത്? ആണോ? ദൈവത്തിന്റെ കാരുണ്യത്തെ പറ്റി നമുക്ക് അനേക കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുണ്ടെങ്കിലും ഏറ്റവും വിമർശത്തിന് വിധേയമായ, ഏറ്റവും വിവാദപരമായ ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും യഹോവയുടെ ദൈവത്തിന്റെ കാരുണ്യവും നീതിയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ശേഷം അതേപോലെയാണോ അള്ളാഹു അവിശ്വാസികളോട് യുദ്ധം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തൗറത്തിൽ അഥവാ ആവർത്തന പുസ്തകം 25-ാം അധ്യായം, പഴയ നിയമത്തിൽ ദൈവം കനാന്യരെ ഉന്മൂലനം ചെയ്യുവാൻ പറയുന്നതിന് മുമ്പ്, യോശുവയോട് പറയുന്നതിന് മുമ്പ് ദൈവം അതിനെപ്പറ്റി പിതാവായ അബ്രാഹാമിനോട് പറഞ്ഞിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നത്, ഞാൻ അവർക്ക് 400 വർഷം കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ന്യായവിധി നടത്തുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം അവർക്ക് ഒരു കാലയളവ് നൽകി. ദൈവം കനാന്യർക്ക് ഒരു കാലയളവ് നൽകി. ആ കാലയളവ് എന്ന് പറയുന്നത് 2 വർഷമോ 5 വർഷമോ ഒന്നും അല്ല, 10 വർഷമോ 23 വർഷമോ അല്ല. അതെന്ന് പറയുന്നത് 400 വർഷങ്ങൾ ദൈവം കനാന്യർക്ക് നൽകി എന്ന് മാത്രമാണോ? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ മുതൽ നാം വായിക്കുന്നത്, 14-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായത്തിൽ ശാലേം രാജാവായ മെൽക്കിസദേക്ക് അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഈ 400 വർഷത്തിനിടയിൽ ദൈവം അവരുടെ മധ്യത്തിലേക്ക് അനേക സാക്ഷികളെ അയച്ചു. ശാലേം രാജാവായ മെൽക്കിസദേക്ക് അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. പിതാവായ അബ്രഹാം അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. പിതാവായ യാക്കോബ് അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. പിതാവായ ഇസഹാക്ക് അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ അനേക സാക്ഷികളെ ദൈവം അവരുടെ മധ്യത്തിലേക്ക് അയച്ചു. നാം ചിന്തിക്കണം, അബ്രഹാം അവരുടെ മധ്യത്തിൽ താമസിച്ചതാണ്.
എന്ന് മാത്രമാണോ കാലയളവ് ദൈവം കൊടുത്തു? സുദീർഘമായ ഒരു കാലയളവ് ദൈവം പഴയ നിയമത്തിൽ കനാന്യർക്ക് കൊടുത്തു. ആ സുദീർഘമായ കാലഘട്ടത്തിൽ ദൈവം അനേക സാക്ഷികളെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. എന്താണ് അവരുടെ അതിക്രമം? അവരുടെ അതിക്രമം യഹോവയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണോ? അല്ല. ലേവ്യ പുസ്തകം 18-ാം അധ്യായവും 20-ാം അധ്യായവും നാം വായിക്കുകയാണെങ്കിൽ ലേവ്യ പുസ്തകം 18-ഉം 20-ഉം കനാന്യരുടെ ആ ജാതികളുടെ അതിക്രമം അക്കമിട്ട് ദൈവം നിരത്തിയിരിക്കുകയാണ്. ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശിശുഹത്യ, വ്യഭിചാരം, മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുക എന്നിതാദി അക്കമിട്ട് ഈ ജാതികൾ ഇന്നതൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരുടെ മേൽ ന്യായവിധി നടത്തുന്നത് എന്ന് യഹോവ പറഞ്ഞു. പ്രിയ സ്നേഹിതരെ, അത് പഴയ നിയമത്തിന്റെ പ്രമാണത്തിൽ മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും ഇന്നൊരു ശിശുവിനെ ഇവിടെ ബലി കർപ്പിച്ചാൽ, ഞാൻ പരസ്യമായി ഇന്നിവിടെ ഒരു ശിശുവിനെ ബലി അർപ്പിച്ചാൽ ഞാൻ എവിടെ ആയിരിക്കും? ഞാൻ തൂക്കുമരത്തിലായിരിക്കും. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് പോലും വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന അതിക്രമങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അക്കമിട്ട് യഹോവ നിരത്തി. ദീർഘമായ ഒരു കാലയളവ് അനുവദിച്ചു. അവരുടെ മധ്യത്തിലേക്ക് സാക്ഷികളെ അയച്ചു. അവരുടെ അതിക്രമങ്ങൾ പട്ടികയിട്ട് നമുക്ക് മുന്നിൽ നിരത്തി. എന്ന് മാത്രമല്ല, ഈ ന്യായവിധി നടത്തുമ്പോൾ ദൈവം ഇസ്രായേലിന് ചില പരിമിതികൾ അങ്ങോട്ട് നിയമിച്ചു. ചില പരിമിതികൾ ദൈവം കൊടുത്തു. അവരോട് ഒന്ന് അതിർത്തികളുടെ പരിമിതി. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സ്ഥലം മുതൽ ഈ സ്ഥലം വരെയാണ് നിങ്ങളുടെ അതിർത്തി. ഈ സ്ഥലത്തിന് പുറത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നാം ഒന്ന് ചിന്തിക്കണം, ഈ കനാന്യര് ഈ അതിർത്തിക്ക് പുറത്തോട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരവസരമുണ്ട്. അത് നാം മനസ്സിലാക്കണം. അവർക്ക് ഓടി രക്ഷപ്പെടുവാനുള്ള ഒരു അവസരമുണ്ട്. എന്ന് മാത്രമല്ല, ഇനിയും പറയാൻ പോകുന്ന പോയിന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം വലിയൊരു പരിമിതി അവർക്ക് ഏർപ്പെടുത്തി. അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധ തടവുകാരികളായ സ്ത്രീകളെ പിടിക്കുമ്പോൾ അവരെ കണ്ട് മോഹിച്ചാൽ നിങ്ങൾക്ക് എന്തും ചെയ്യുവാനുള്ള അനുവാദം ഞാൻ തരുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടായാൽ 1 മാസം അവൾക്ക് വിലപിക്കുവാനുള്ള അവസരം കൊടുത്ത ശേഷം അവളെ നിങ്ങൾ വിവാഹം ചെയ്യണം. നാം മനസ്സിലാക്കണം, അന്നുണ്ടായിരുന്ന ഒരു സംസ്കാരത്തിലും ഇങ്ങനെ ഒരു പരിമിതി സ്ത്രീകളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. യുദ്ധ തടവുകാരികളായി പിടിക്കുന്ന സ്ത്രീകളെ അവരെ വിവാഹം ചെയ്യാതെ തൊടുവാൻ പോലും അനുവദിക്കാത്ത പിതാവിന്റെ ഹൃദയമാണ് ദൈവത്തിനുള്ളത്. അവരാരുമായിരുന്നോട്ടെ. ദീർഘമായ ഒരു കാലയളവ് അനുവദിച്ചു. സാക്ഷികളെ അവരുടെ മധ്യത്തിലേക്ക് അയച്ചു. അവരുടെ അതിക്രമങ്ങളെ പട്ടികളിട്ട് നിരത്തി. അവർക്ക് പരിമിതികൾ ഏർപ്പെടുത്തി. എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, നാം ശ്രദ്ധിച്ചു വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരെയും കൊല്ലുവാനായി പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ അശ്രദ്ധപരമായ വായന കൊണ്ടാണ് നാം അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകുന്നത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവരെ തുടച്ചു നീക്കുക എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ 23-ന്റെ 27-ൽ തന്നെ അവരെ പിന്തിരിച്ച് ഓടിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഒരു ഭാഗത്ത് തുടച്ചു നീക്കുക എന്നും ഒരു ഭാഗത്ത് പിന്തിരിച്ച് ഓടിക്കുക എന്നുമാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 52-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, നിരായുധരായ ജനങ്ങളെ അവർ പിന്തിരിച്ച് ഓടിപ്പിച്ചു. അവരെ ഓടിച്ചു വിട്ടു. നിരായുധരായ ജനങ്ങളെ അവർ ഓടിച്ചു വിട്ടു. അവരോട് എതിർത്ത് നിന്നവരെ സംഖ്യാപുസ്തകം 23-ാം അധ്യായം നിങ്ങൾ എടുത്തു വായിച്ചു നോക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാം. അവരോട് എതിർത്ത് നിന്ന പടയാളികളെ, ആയുധധാരികളായ പടയാളികളെ അവർ ഉന്മൂലനം ചെയ്തു. രാഷ്ട്രമെന്ന നിലയിൽ അവയെ തുടച്ചു നീക്കുകയും വ്യക്തികളെന്ന നിലയിൽ അവരെ പിന്തിരിച്ച് ഓടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 40 വാക്യങ്ങള്. ഇതിനോടനുബന്ധിച്ചുള്ള 40 വാക്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊല്ലുവാനായി ദൈവം പിന്നെയും കൽപ്പന കൊടുത്തില്ല.
ഈ ദൈവം നാം ഓർക്കണം, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, വളരെ സുദീർഘമായ ഒരു കാലയളവ്, കുറഞ്ഞത് 400 വർഷം. അതിൻ്റെ ഇടയിൽ അവരുടെ മധ്യേ സാക്ഷികൾ, അവർക്ക് പരിമിതികൾ, അവരുടെ അതിക്രമത്തിന്റെ അക്കമിട്ടുള്ള പട്ടിക. അത് കഴിഞ്ഞ ശേഷവും അവരെ എല്ലാവരെയും കൊല്ലുവാനായി ദൈവം കൽപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഇഞ്ചിലേക്ക് വരുമ്പോൾ നാം എന്താണ് കാണുന്നത്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം എന്താണ് കാണുന്നത്? 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ താമസിക്കുന്നതല്ല പ്രിയ സ്നേഹിതരെ. ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ കനാന്യർക്ക് 400 വർഷം കൊടുത്തതുപോലെ, അമാലിയർക്ക് 300 വർഷം കൊടുത്തതുപോലെ, ലോകത്തിലുള്ള സർവ്വജനതയ്ക്കും കുറഞ്ഞത് 2000 വർഷങ്ങളെങ്കിലും ദൈവം ഇതിനോടകം അനുവദിച്ച് കഴിഞ്ഞു ന്യായവിധി നടത്തുന്നതിന് മുമ്പ്. അതിന്റെ മധ്യത്തിൽ നാം അവരുടെ അബ്രഹാം, ഇസഹാക്ക്, മൽക്കിസദേക്ക് എന്നീ വിശുദ്ധന്മാർ അവരുടെ മധ്യത്തിൽ സാക്ഷികളായി ഇരുന്നത് പോലെ നാം ഓരോരുത്തരും ഇന്ന് ഈ ജാതികളുടെ മധ്യത്തിൽ സാക്ഷികളായി നിൽക്കുന്നില്ലയോ? ഈ സമയത്ത് നാം എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്? കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പഠിപ്പിച്ചു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇത് കൃപയുടെ സുദീർഘമായ ഒരു കാലഘട്ടമാണ്. പഴയ നിയമത്തിൽ 400 വർഷം അനുവദിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ കുറഞ്ഞത് ഇപ്പോൾ തന്നെ 2000 വർഷങ്ങൾ അനുവദിച്ചിരിക്കുകയാണ്. സുദീർഘമായ കൃപയുടെ കാലഘട്ടം. ഈ കൃപയുടെ കാലഘട്ടത്തിൽ ഈ ജീവിതത്തിൽ അവർ കൃപ അനുഭവിക്കുന്നുണ്ട്. എന്തെല്ലാം ലംഘനങ്ങൾ ചെയ്താലും ദൈവം ഇപ്പോൾ ന്യായവിധി നടത്തുന്നില്ല. അവർ ഈ ജീവിതത്തിൽ കൃപ അനുഭവിക്കുന്നുണ്ട്. അവർ മാനസാന്തരപ്പെട്ടാലോ ആ കൃപ നിത്യകാലം വരെ നിലനിൽക്കും. ആ കൃപ നിത്യകാലം വരെ നിലനിൽക്കും. ആ ദൈവം കൃപാലുവാണ്, അവൻ കാരുണ്യവാനാണ്, അവൻ നീതിമാനാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം സുദീർഘമായ ഒരു കാലഘട്ടം അനുവദിച്ച ശേഷമാണ് ന്യായവിധി നടത്തുന്നത്. എന്നാൽ ഖുറാനിൽ അതെങ്ങനെയാണ്? അള്ളാഹു പരമകാരുണ്യവാനാണെന്നൊക്കെയാണ് നാം കേൾക്കാറുള്ളത്. എന്നാൽ ഖുറാനിൽ അതെങ്ങനെയാണ്? ഖുറാനിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു തന്റെ കൽപ്പന പുറപ്പെടുവിച്ചത്. 1-ാം ഘട്ടം, ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഇസ്ലാം തുടങ്ങിയ സമയത്ത്, മുഹമ്മദ് നബിയുടെ സമയത്ത് ഇസ്ലാം തുടങ്ങിയ സമയത്ത് മുസ്ലിങ്ങൾ അംഗസംഖ്യയിൽ ചുരുങ്ങിയവരായിരുന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, സൂര 43:88 മുതൽ 89 വരെ, അവിശ്വാസികളോട് ക്ഷമിക്കുക, സമാധാനം എന്ന് പറയുക. ഇത് ഘട്ടം 1. അതേപോലെ 109:1 മുതൽ 6 വരെ, നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. സമാധാനത്തിന്റെ വാക്കുകളാണ്. 2:256 മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. 1-ാം ഘട്ടമാണിത്. 1-ാം ഘട്ടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന വചനങ്ങളാണ്. 1-ാം ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ വിരളമായിരിക്കുമ്പോൾ, ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ സമാധാനം എന്ന് പറയുക. 2, അവർ കുറച്ചുകൂടി ശക്തിയാർജിച്ചു. അള്ളയുടെ ഘട്ടം 2, അള്ളാഹുവിന്റെ ഘട്ടം 2. മുസ്ലിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായുള്ള അംഗസംഖ്യ അവർക്കായപ്പോൾ അള്ളാഹു പറയുകയാണ്, സൂര 2:190 മുതൽ 194, സ്വയരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് തെറ്റില്ല. നേരത്തെ നാം കേട്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, മതത്തിൽ നിർബന്ധമില്ല, സമാധാനമെന്ന് അവരോട് പറയുക. 2-ാം ഘട്ടം, മുസ്ലിങ്ങൾ അംഗസംഖ്യയിൽ ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു വചനവും മാറ്റി. 3-ാം ഘട്ടം, 3-ാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയും മാറി. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? അവിശ്വാസികളെ നിങ്ങൾ എവിടെയെല്ലാം കാണുന്നുവോ, സൂര 9:1 മുതൽ 6 വരെ, അവിശ്വാസികളെ നിങ്ങൾ എവിടെയെല്ലാം കാണുന്നുവോ അവിടെല്ലാം വെച്ച് അങ്ങ് കൊന്നുകളയുക. ഇതിനകത്ത് എന്തെങ്കിലും കാരുണ്യമുണ്ടോ? ഇത് വെറും രാഷ്ട്രീയമല്ലേ? വളരെ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ സമാധാനം എന്ന് പറയുക, കുറച്ചുകൂടെ ശക്തിയാർജിക്കുമ്പോൾ യുദ്ധം ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുക, ഭൂരിപക്ഷമാകുമ്പോൾ കീഴ്പ്പെടുത്തി ഭരിക്കുക. ഇതിനകത്ത് എന്ത് കാരുണ്യമാണുള്ളത്? 23 വർഷത്തിനിടയിലാണ് അള്ളാഹു ഈ 3 കാര്യങ്ങളും പറഞ്ഞത്. പഴയ നിയമത്തിൽ 400 വർഷം അനുവദിച്ച ദൈവം
പുതിയ നിയമത്തിൽ 2000 വർഷങ്ങളെങ്കിലും ഇതിനോടനുബന്ധിച്ച ദൈവം അവൻ പരമകാരുണ്യവാനാണ്. 23 വർഷത്തിനിടയിൽ 3 രീതിയിലുള്ള കൽപ്പനകൾ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത അല്ലാഹു അവൻ പരമകാരുണ്യവാനെന്ന് പറയാൻ ഞങ്ങൾക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട് പ്രിയ സ്നേഹിതരെ. എന്ന് മാത്രമല്ല, കഴിഞ്ഞില്ല പ്രിയ സ്നേഹിതരെ. ഞാൻ പറഞ്ഞു, ന്യായവിധി നടത്തുമ്പോൾ പോലും ഒരു പിതാവിന്റെ ഹൃദയത്തോടു കൂടിയാണ് പഴയ നിയമത്തിൽ ദൈവം ന്യായവിധി നടത്തിയത്. നിങ്ങൾ യുദ്ധ തടവുകാരികളായി പിടിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ മോഹിച്ചാൽ പോലും ഒന്നും ചെയ്യരുത്. 1 മാസം അവർക്ക് കരയുവാൻ സമയം കൊടുത്ത ശേഷം അവരെ വിവാഹം കഴിക്കുക എന്ന് വ്യക്തമായ കൽപ്പന പഴയ നിയമത്തിൽ കൊടുത്തപ്പോൾ അല്ലാഹു എന്താണ് ഖുർആനിൽ കൊടുത്തിരിക്കുന്നത്? സൂറ 4:24 അടിമകളായി യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ എന്തും ചെയ്യുവാൻ അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. അടിമകളായി പിടിക്കപ്പെടുന്ന സ്ത്രീകളെ എന്തും ചെയ്യുവാൻ അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. ജനാബ് അക്ബർ മൗലവി പ്രസിദ്ധീകരിച്ച ഖുർആന്റെ അടിക്കുറിപ്പിൽ ഇത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അല്ലാഹു അനുവദിച്ചിരിക്കുന്നത് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് പോലും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജനാബ് അക്ബർ മൗലവി എന്ത് പറയുന്നു എന്നുള്ളതിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. സഹീ മുസ്ലിം എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അവരുടെ സഹീ ഹദീസുകൾ എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് നോക്കാം. സഹീ മുസ്ലിം ബുക്ക് 8 ഹദീസ് നമ്പർ 3371. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് അറബികളായ ചില സ്ത്രീകളെ യുദ്ധ തടവുകാരികളായി പിടിച്ചപ്പോൾ അവരെ അവരുടെ ഭർത്താക്കന്മാർക്ക് കേട്ടോണം, അവരുടെ ഭർത്താക്കന്മാർക്ക് തിരിച്ചു നൽകുന്നതിന് മുമ്പ് അവരെ ബലാത്കാരണം സംഘം ചെയ്യുവാനുള്ള അനുവാദമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതെന്റെ വാക്കല്ല, ഇത് സഹീ മുസ്ലിമിന്റെ വാക്കാണ്. ഞാൻ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. സുന്ന അബു ദാവൂദ്, അത് മറ്റൊരു സഹീ ഹദീസാണ്. വോള്യം 2 ബുക്ക് 5 ബുക്ക് ഓഫ് മാരേജ്. അതിനകത്ത് പറയുന്നതും ഇത് തന്നെയാണ്. യുദ്ധ തടവുകാരികളായി പിടിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, അതിന് അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. വിശ്വാസികൾക്ക് മടിയുള്ളപ്പോൾ അല്ലാഹു അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് സഹീഹ് ഹദീസുകളുടെ തെളിവാണ്. തെളിവില്ലാത്തതായ വ്യാഖ്യാനം ഞങ്ങൾക്ക് വേണ്ട. ഈ ദൈവമാണോ പ്രിയ സ്നേഹിതരെ ന്യായപ്രമാണത്തിന്റെ ദൈവം? അവൻ സുദീർഘമായ ഒരു കാലഘട്ടം അനുവദിച്ചിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിന്റെ ദൈവം അവൻ സുദീർഘമായ ഒരു കാലഘട്ടം അനുവദിച്ചിരുന്നുവെങ്കിൽ, അതേപോലെ തന്നെയാണോ അല്ലാഹു യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആണോ? അല്ലാഹു പഴയ നിയമത്തിൽ യഹോവ യുദ്ധം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ അല്ലാഹു ഖുർആനിൽ യുദ്ധം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല. 23 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണ് പറഞ്ഞത്. മുഹമ്മദിന്റെ പ്രവാചക ചരിത്രം എന്ന് പറയുന്നത് 23 വർഷമാണ്. 23 വർഷത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തന്റെ പ്രമാണങ്ങളെ മാറ്റി. 5 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇനി 2 പോയിന്റുകളേ ഉള്ളൂ.